നമസ്കാരം. ഈ സാമ്പത്തിക വർഷം 50 അമൃത് ഭാരത് ട്രെയിനുകൾ പാളത്തിലേക്ക് ഇറക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ വർഷം ആദ്യം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇത്തരം 1000 ട്രെയിനുകളുടെ പണിപ്പുരയിലാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലെ ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടനം 2023 ഡിസംബർ 30 അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. സാധാരണക്കാരെ ഉദ്ദേശിച്ചുള്ള അതിവേഗ ട്രെയിനാണിത്. നേരത്തെ വന്ദേ സാധൻ എന്നറിയപ്പെട്ടിരുന്ന അമൃത് ഭാരത് ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. അമൃത് ഭാരത് ട്രെയിനുകൾക്കുള്ള ടിക്കറ്റുകൾ താങ്ങാനാകുന്ന വിലയിലുള്ളതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 1000 കിലോമീറ്റർ യാത്രയ്ക്ക് ഏകദേശം 454 രൂപ ചിലവ് വരും എന്നാണ് റിപ്പോർട്ട്. 1 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് 35 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. നോൺ AC ട്രെയിനുകളാണ് ഇവയിൽ. സെക്കൻഡ് ക്ലാസ്, റിസർവ് ചെയ്യാത്ത കോച്ചുകൾ, സ്ലീപ്പർ കോച്ചുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം വരാനിരിക്കുന്ന അമൃത് ഭാരത് എക്സ്പ്രസിൽ രാജ്യത്തുടനീളമുള്ള വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന എയർ കണ്ടീഷൻ ചെയ്ത നോൺ AC കോച്ചുകൾ ഉൾപ്പെടുമെന്ന് വൈഷ്ണവ് നേരത്തെ അറിയിച്ചിരുന്നു. ലിങ്ക് ഹോഫ്മാൻ ബുഷ് സാങ്കേതിക വിദ്യയുള്ള അമൃത് ഭാരത് എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനാണ്. അമൃത് ഭാരത് ട്രെയിനുകൾ നോൺ AC കോച്ചുകളുള്ള പുഷ് പുൾ ട്രെയിനാണിത്. അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിൽ റെയിൽവേ യാത്രക്കാർക്ക് ആകർഷകമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത സീറ്റുകൾ, മികച്ച ലഗേജ് സീറ്റുകൾ, അനുയോജ്യമായ മൊബൈൽ ഹോൾഡറുകൾ, മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ, LED ലൈറ്റുകൾ, CCTV, പൊതുവിവര സംവിധാനം തുടങ്ങിയ മികച്ച സൗകര്യങ്ങളുണ്ട്. പുഷ്പുൾ സാങ്കേതിക വിദ്യയാണ് ട്രെയിനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ട്രെയിനിന്റെ മുന്നിലും പിന്നിലും എഞ്ചിനുണ്ട്. ഒരേ സമയം ട്രെയിനിന്റെ വേഗത കൂട്ടുകയും യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യും. കുലുക്കമില്ലാത്ത യാത്രയാണ് അമൃത് ഭാരത് എക്സ്പ്രസിന്റെ മറ്റൊരു പ്രത്യേകത. കോച്ചുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രത്യേകതരം സെമി പെർമനന്റ് കപ്ലറുകളാണ് കുലുക്കം കുറയ്ക്കുന്നത്. എല്ലാ സീറ്റുകളിലും ചാർജിംഗ് പോയിന്റ്, സ്ലൈഡിംഗ് വിൻഡോ, ടോയ്ലറ്റുകൾ, എയറോസോൾ അടിസ്ഥാനമാക്കിയുള്ള അഗ്നിശമന സംവിധാനം, ഇലക്ട്രോണിക് ക്യൂബിലിക്കുകൾ, എമർജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ലൈറ്റ്, സ്ലൈഡിംഗ് ഡോറുകൾ തുടങ്ങിയവയാണ് അമൃത് ഭാരത് എക്സ്പ്രസിന്റെ മറ്റു പ്രത്യേകതകൾ. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നറിയാൻ പരീക്ഷണ ഓട്ടം തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം റിസർവ് ചെയ്യാത്ത യാത്രക്കാർക്കുള്ള 8 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ, 12 സെക്കൻഡ് ക്ലാസ് 3 ടയർ സ്ലീപ്പർ കോച്ചുകൾ, 2 ഗാർഡ് കമ്പാർട്ട്മെന്റുകൾ എന്നിവ ഉൾപ്പെടെ 22 കോച്ചുകൾ ട്രെയിനിൽ ഉൾപ്പെടുന്നുണ്ട്. 1800-ലധികം പേർക്ക് യാത്ര ചെയ്യാം. 2 ഡിസേബിൾഡ് കോച്ചുകളുമുണ്ട്. മെച്ചപ്പെട്ട കുഷ്യൻ ലഗേജ് റാക്കുകൾ, സൗന്ദര്യാത്മകവും എയർഗണോമിക് ആയി രൂപകൽപ്പന ചെയ്തതുമായ സീറ്റുകളും ബാത്തുകളും, അനുയോജ്യമായ ഹോൾഡറുകളുമുള്ള മൊബൈൽ ചാർജറുകളും എന്നിവ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഉൾപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.